രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. നല്ല പനിയുണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല. പിന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പനി പോയിട്ട് എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിക്കുക കുറച്ച് കഴിച്ചു. എനിക്ക് ഓൾറെഡി വയറിന് ക്യാൻസർ ഉണ്ട്, വയറിനും ലിവറിനൊക്കെ. അപ്പോഴൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ വയറുവേദന ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കുമ്പം വയറിനങ്ങൊരു വേദനയാണ്. ഞാൻ കൊച്ചിൽ കരയും വയറുവേദനയായിട്ട്, എന്നെല്ലാം പറഞ്ഞിട്ട് കരയും. അയ്യോ അമ്മേ എന്നെല്ലാം പറഞ്ഞിട്ട് കരയും. എന്നിട്ട് ഇവിടെയൊക്കെ എനിക്ക് ഈ കണ്ടോ ഇത് ചെയ്തതിൻ്റെ, റേഡിയേഷൻ ചെയ്തതിൻ്റെ കാണുന്നുണ്ടാവും, കാണിച്ചു തരാം. കണ്ട ഇതേപോലെ എൻ്റെ പുറത്ത് ഭയങ്കര ഭീകരമാണ് കേട്ടോ. ഞാൻ കാണൂലല്ലോ, ഞാൻ പുറം കാണുന്നില്ലല്ലോ. അമ്പേട്ടൻ്റെ മക്കളാന്നൊക്കെയാണ് അവരാ പറഞ്ഞയ്യോ പുറത്ത് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുക, കാരണം ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയതല്ലേ എന്ന്. പഴയതല്ല, പുതിയതാണ്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് കാണിക്കാം. എന്നിട്ട് പറഞ്ഞു തന്നത് വയറുവേദനയുടെ കാര്യം. വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, തളർന്നിങ്ങനെ ക്ഷീണമായി പോകുന്നു വയറുവേദന വരുമ്പോൾ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. എന്നിട്ട് അങ്ങനെ ലോസ് അയച്ച് കുറച്ച് കഴിക്കും. എന്നിട്ട് എൻ്റെ ദൈവമേ, പിന്നെ അങ്ങ് തുടങ്ങും വയറുവേദന. കുറേ പച്ചപ്പാലൊക്കെ കുടിച്ചു നോക്കി. അപ്പം ഇന്നിട്ട് അമ്പോട്ടം വാ നമുക്ക് പോകാം, സ്കാൻ ചെയ്ത് നോക്കാം വാന്ന് പറഞ്ഞു. പറ്റുന്നില്ല, എന്നിട്ട് നിൽക്കാൻ പറ്റണ്ടേ. അങ്ങനെ നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. സ്കാനോ CTയോ എന്തെങ്കിലും എടുത്തിട്ട്. വയറിന് ക്യാൻസർ ഉണ്ട്, പക്ഷെ അത് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആണോ, ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുകൊണ്ടാണോ, എന്താണ് എന്നുള്ളത് നാളെ പോയിട്ട് നോക്കാം. സഹിക്കാൻ പറ്റുന്നില്ലടോ, എന്തൊരു വേദനയാണ്. എനിക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരമൊക്കെ ഞാൻ ചിരിക്കും കേട്ടോ. ആരും എന്നെ കുറ്റം പറയല്ലേ. ഞാൻ ജീവിക്കാൻ പറ്റുന്നത് പോലെ ജീവിക്കട്ടെ. നല്ല വേദനയാണ്. ഒന്നും പാളിപ്പോയാൽ എല്ലാം പോയി തീർന്നു. പിന്നെ വയറിനൊക്കെ ബ്രസ്റ്റൊക്കെ ആണെങ്കിൽ മുറിച്ചങ്ങ് കളയാനും പറ്റില്ല. 4th സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് ഒന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നാലും വയറൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വയറിന് നല്ലോണം ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എന്തൊരു വേദനയാണ്. വയറ് വീഴുന്നില്ലേ, ഭക്ഷണം വീഴുന്നത് ആ ഏരിയ തൊട്ടിട്ട് അങ്ങ് വേദനയാണ്. തളർന്നു പോകുന്ന വേദന കൊണ്ട് കരയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും പറയും കരയെല്ലാം മോളെ വന്ന് ആശുപത്രി പോകും. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിട്ടൊന്നും ആശുപത്രി പോകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നാളെ പോവാം. എന്തൊരു വേദനയാണ് സഹിക്കാൻ പറ്റണ്ടേ. അതുകൊണ്ടാണ് കരയുന്നത്, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. നിങ്ങൾ എൻ്റെ ഒരു മുഖം മാത്രമേ കാണുള്ളൂ. എൻ്റെ രണ്ടാമത്തെ മുഖം എൻ്റെ ചേച്ചിയും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അവരിങ്ങനെ അയ്യോ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് ചിന്തിച്ച് എൻ്റെ അവസ്ഥ, ഇതെൻ്റെ അമ്പേട്ടൻ്റെ മക്കൾ മാത്രമേ കാണൂ. നിങ്ങളിപ്പം ഞാനിന്ന് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കരയുന്ന കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് രേഖയ്ക്ക് ഇങ്ങനെയൊരു ദിവസങ്ങൾ, ഇന്നിങ്ങനെ രാത്രികൾ കൂടെ ഉണ്ട്. ആരും അറിയില്ല, നാട്ടുകാരും അറിയില്ല, അയൽക്കാരും അറിയില്ല. എല്ലാവരും ഞാൻ ചിരിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നടക്കുന്നത് മാത്രമേ കാണൂ. എൻ്റെ കരയുന്ന ഇതാരും കാണാറില്ല. അയ്യോ എന്ത് വേദന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. തളർന്ന് ക്ഷീണിച്ചു പോകുന്ന വേദന ഉണ്ട്. മോർഫിനൊന്നും എടുക്കുന്നില്ല, 2 എണ്ണം നിന്നിട്ട് എടുക്കുന്നില്ല. വേഗം മോർഫിൻ എടുത്തൊന്നും വേദന സംഹാരിയല്ലേ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ.
പക്ഷെ എടുക്കുന്നില്ല. ഡോസ് കൂട്ടേണ്ടി വരും ഇനി. അയ്യോ ഓക്കെ. ഞാൻ ഇന്ന് എണീച്ചിട്ടില്ല, ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. കിടന്നുകൊണ്ട് സംസാരിക്കും. ഒരവസരം കിട്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കും. പണ്ടേ വായാടിയായി പോയതാണ്. ഓക്കെ, താങ്ക് യു. ലവ് യു ആൾ. നിങ്ങളെന്നെ സഹിക്കുന്നുണ്ടല്ലോ, എന്നെ കണ്ടിട്ട് സഹിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ. അതന്നെ വലിയ കാര്യം.